ചന്തയില് സൂര്യന്മാർ ഉദിച്ചിങ്ങനെ കണ്ടിട്ടുണ്ടോടാ? നല്ല കണ്ണുണ്ടാണെന്ന് കണ്ടിട്ടില്ലാത്തവരെ കണ്ടോടാ. ചന്തയിൽ പൊന്നുപോലെ തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ കൊണ്ടുവന്നതാ. മെണ്ണി നോക്കിയിട്ട് കായത്തളപ്പിന്റെ കാര്യം പറഞ്ഞാ മതി. മടിതരെ പണം കെട്ടി വെച്ചിരിക്കുന്നവര് വില പറഞ്ഞാ മതി. കണ്ടോടാ ഓരോരുത്തന്മാർ ഉച്ചവെയിലത്ത് കിടന്ന് കൂവുന്നത്. എന്റെ കുടിയിൽ 3 നേരം ഉരുട്ടി വിഴിയും കൊണ്ട് കിടന്നപ്പം ഇവന്റെയൊക്കെ മുഖത്ത് ചോരയും നീരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ കറുത്ത് കരുവാളിച്ച് കയ്യിലിരിപ്പ് തന്നായില്ലേ ഇങ്ങനെ ഇരിക്കും. ഇനി ഇവരൊക്കെ പിച്ചച്ചട്ടിയും പിടിച്ച് ചന്തയിൽ തെറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ആ തിളങ്ങുന്ന കാളക്കുട്ടന്മാരെ കണ്ടോ? എണ്ണ തേച്ച് മിനുക്കിയതാ. ഒരു 4 കാലം നടന്ന തലയെ കുത്തി വീഴും. ഉപദ്രവിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഉപദ്രവിക്കുവിടാ. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ഇവനെ പോലുള്ള ചെറ്റകളോട് ഇതൊന്നും ചെയ്താൽ പോരാ. ഇവൻ അമ്മയെന്ന് വിളിച്ച് നടക്കുന്ന എന്റെ പെങ്ങളെ വരെ ചിലപ്പോ കയറി പിടിക്കത്തില്ല. ആര് കണ്ടു? നാക്കിലില്ലെന്ന് വെച്ച് തെണ്ടിത്തരം പറഞ്ഞോ? അടിച്ചു വന്ന് പൊട്ടക്കുളത്ത് ചവിട്ടി താക്കും ഞാൻ. ये वही है उसका जीजा. ഈ എന്റെ പെണ്ണിനെ കിട്ടും അല്ലടാ നായിന്റെ മോനെ. നിന്നെ ഹെണ്ണാനെ അവളെ മധുവെ മാട്ടിക്കൊള്ളത്. ये करना चाहता ना उससे शादी इधर चलो. देखो ये इसकी मदद करी ये जाएगा आराम से खुश हो रहा है. पिटने दो उसी को जमना राइट घंटा बनाया हुआ. आयो डालोगे ऊपर से. इतने सारे लोग हैं उसको नहीं कर पा रहे. कैसे उसको उठा के ढंग से बुला कर दिया. चेहरा बिगाड़ दिया उसे. പോലീസ് ആണെങ്കിലേ ഇവിടെ പുല്ല. ഇത് സംസ്ഥാനം വേറെയാ. ഇനി അതിന് കടന്നു വന്നാൽ കൈയും കാലും നീ എവിടെ പോകുന്നു? അത്ര വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. ഇല്ലെങ്കിൽ ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലൊരു ചതിയന്റെ ഭാര്യയായി ജീവിതം മുഴുവൻ നരകിക്കേണ്ടി വന്നേനെ. എനിക്ക് കുയിലി എല്ലാം പറഞ്ഞു. ഇനി വല്ലതും അറിയണോ? കുറെ കൂടെ പറയാൻ എന്റെ നാക്ക് കൊതിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലൊരു ദുഷ്ടനെ കണ്ണിലുണ്ണിയെപ്പോലെ സ്നേഹിക്കുന്ന ഈ അമ്മയെ വേദനിപ്പിക്കണ്ടെന്ന് വെച്ച് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ പട്ടികളും പൊക്കോ. സ്ത്രീ തോറ്റു തരത്തില്ല. എനിക്ക് പുല്ല. എന്നെ ചവിട്ടി നോച്ചിട്ട് ആരും ഇവിടെ സൂക്ഷിക്കാൻ പോണില്ല. എല്ലാറ്റിനെയും ഞാൻ പഠിപ്പിക്കും. എല്ലാത്തിനെയും മതിയടാ. പോണവരെല്ലാം പോയിക്കോട്ടെ. ഞാനില്ലേ നിനക്ക്. എല്ലാം മറന്നുകള മോനെ.
सुधरेगा थोड़ा ना. നീ എവിടേക്കാ? എനിക്ക് ആ തെണ്ടി ഒന്ന് കാണണം. കൃഷ്ണ, क्या हो? എത്ര എണ്ണ ഇവിടെ ചത്തിരിക്കുന്നു. इसका चप्पल भी वही गिरा सैंडल में. ശാപം ओ പോലും കിട്ടില്ല. अब ये उसे फंसाएगा. ओ ഓൻ കൊന്നതാ. ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടി കൊന്ന് കുളത്തിലിട്ടതാ. उसके पीछे पड़ा रहता हूँ. अब इसके पापा भी अपने बेटे पे शक करेंगे. ഒരു തേവിടിശി പെണ്ണിന് വേണ്ടി നീ എന്റെ തമ്പ്രാനെ കൊന്നു അല്ലേ? അപ്പാ ഇല്ലപ്പാ. ഇല്ലേ? ഈ ചന്തയിലിട്ട് നീ തല്ലിയില്ലേ? കൊന്നുകളയൊന്ന് പറഞ്ഞില്ലേ? ചങ്ക് പൊട്ടിപ്പോയടാ തമ്പ്രാട്ടിയുടെ കരച്ചില് കണ്ടപ്പോ. കൊല്ലൂന്ന് നീ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോടാ. പറയാനുള്ളത് കൂടി കേൾക്കണം. എനിക്കറിയാം, ദുഷ്ടനായിരുന്നു അവൻ. നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എങ്കിലും ഒരേ പാത്രത്തിൽ നിന്ന് ചോറ് തന്ന് വളർത്തിയതല്ലേ നിന്നെ അവനെ ഞാൻ. എങ്ങനെ തോന്നി നിനക്ക്? അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. വേണ്ട, കഴിഞ്ഞില്ലേ എല്ലാം. ഒന്നറിഞ്ഞാ കൊള്ളാം. കുളത്തിലുണ്ടോ അതോ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയോ? ഒരു പിടി ചാരമെങ്കിലും കിട്ടുമോന്നറിയാന്. കർമ്മം ചെയ്യാൻ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടിക്കോട്ടെ. ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ഈശ്വരന്മാർ, ഞാൻ എങ്ങനെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും? ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നേരില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇപ്പൊ തന്നെ ആളെ വിടാം. ടൗണിൽ നിന്ന് പോലീസിനെ വരുത്തണം, അല്ലെങ്കിലേ അവൻ നാട് വിടും. ये हाथ धो के पड़ा उसके पीछे. അണ്ണയ്യ, ഞാൻ പോവാണ്. എങ്ങട്ടാ? 10 മണിയുടെ ബസ്സിൽ കയറിയിരിക്കും. അതെവിടം വരെ പോകുന്നു അത്ര ഇപ്പൊ ആലോചിച്ചിട്ടുള്ളൂ. വയ്യ, ഇവിടെ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് ഇനി ശിക്ഷ അനുഭവിക്കാൻ വയ്യ. ये भी यार इससे था. ഇവിടെ വന്ന് ഇനി ഉപദ്രവിക്കുന്നില്ല. വഴിയിലിറങ്ങിക്കോ. अब ये कहाँ जा रहा है? अभी सबको बुला देगा कि वो जा रहा है. മാണിക്കനും പെണ്ണും നാട് വിടുന്നു. 10 മണിന്റെ ബസ്സിൽ കയറിപ്പോയാൽ പിന്നെ ഓനെ കിട്ടൂല. വരി. वो जाने भी नहीं दे रहा है ढंग से. जब वो जा रहा है तो उसको क्या हो रहा है? നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയതാ. കൊന്നു കൊന്നു എന്ന് നാട് നിങ്ങളെ പാടിക്കൊണ്ട് നടക്കാം. അല്ലടാ പട്ടി. ये सबके साथ क्यों अब लड़ाई कर रहे हैं? ഞാനാണോ തമ്പ്രാനെ കൊന്നത്? തമ്പ്രാനെ എവിടെ? പറയടാ, തമ്പ്രാനെ എവിടെയെന്ന് പറയടാ. और लोग भी आ गए. ये सारे लोग डंडे हथियार लेकर. चारों तरफ से. ये कौन है? पुलिस भी आ गई. नहीं बस है. वो देखो सबसे आगे वो ज्यादा खिलाड़ी लगे. मार नहीं पा रही अब. हैं? ये वहाँ चला जाता है उसी के पास. उसी जो इसे लाइक नहीं करती, हाँ. जो इसे शादी करना चाहती थी, उसका प्यार. इसे शादी करके आ जाता है उसके बाद. इसे अपनी गलती पता चल जाती है ना. തമ്പ്രാൻ ചത്തില്ലേ? ചാവേ എന്തിന്? सब समझ रहे थे मरिए. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഒപ്പമല്ല
നമ്മളെ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഒപ്പമാ നമ്മൾ ജീവിക്കേണ്ടത്. ഈ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്കിടയെന്ന് ഞാൻ പഠിച്ച പാഠം അതാ. दोनों की शक्लें सेम नहीं है, सेम सी लगती है. നീ ഇങ്ങോട്ട് മാറി നിന്നേ, എന്തിനാ? നിന്നെ ഒന്ന് വൃത്തിയായിട്ട് കാണട്ടെ. इसे भी तो ये लग रहा था कि इसने मार दिया. മാപ്പ് തരണം മോനെ, എല്ലാരും കൂടി നിന്നെ ഒരുപാട് ദ്രോഹിച്ചു. മാപ്പ് തരണം. അമ്മ അങ്ങനെ പറയരുത്. തമ്പ്രാഞ്ചൻ ഉയരോട് തിരിച്ചു വന്നല്ലോ. എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ. എന്റെ തമ്പ്രാഞ്ചനെ ഞാൻ കൊന്നു ആരോ പറഞ്ഞു. इनके टाइम पे नहीं आता तो गाँव वाले तो मार देते हैं. ഏത് തന്ത്രയില്ലാത്തവനാണ് പറഞ്ഞത്? जिसने बोला था അവൻ ये दौड़ा था सोचे आगे खिलाड़ी में के कैसे भाग रहा था. പറഞ്ഞോടാ. இவனை என்ன பண்ணலாம் சொல்லுங்க சாமி. குளத்துல போட்டலாமா? ഇവനെ ഇവിടെ നിർത്തി ഏത്ത പിടിക്കണം. തമ്പ്രാന്റെ ചെരുപ്പും തോർത്തും കുളത്തിലിട്ടിട്ട് നീ എന്നെ കൊലപാതകയാക്കി അല്ലടാ. ഇരുട്ടും വരെ ഏത്ത വിട്ടിട്ട് കാളകളെ കുളിപ്പിക്കാൻ നീ അങ്ങോട്ട് വരണം. ബാക്കിയുള്ള ശിക്ഷ അപ്പ പറയാം. അപ്പ ആ പച്ച തള്ളി കൊടുക്ക കൂടാതെ. എല്ലിക്ക് ஒண்ணு ഓ மூணு நாலு அஞ்சு ஆறு